ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കറണ്ട് എനർജിയാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെയും നിങ്ങളുടെയും ലൈഫിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ എല്ലാവരുടെയും എനർജിയായിട്ട് മാച്ച് ചെയ്യില്ല. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരു എനർജി, അത് മേ ബി നിങ്ങളുടെ അയാളുടെ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഒരു ദിവസം നമുക്ക് തോന്നും അയാൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് ആ ഒരു വ്യക്തിക്ക്, അല്ലാത്ത ചില ദിവസങ്ങൾ നമുക്ക് വേണ്ടാന്ന് തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫ് ഫാമിലി, അതായത് നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഫാമിലി, അതായത് വീട്ടുകാരെ അയാൾ വളരെയധികം പേടിക്കുന്നുണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ. അപ്പോൾ അത് മാത്രമല്ല അയാളുടെ, അതായത് മേ ബി ഫിനാൻസ് വൈസ് നിങ്ങൾ ചിലപ്പോൾ രണ്ട് തരത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുമൊക്കെ അയാൾ നോക്കുന്നുണ്ട്. അതായത് അയാൾ നിങ്ങൾക്ക് അയാളോടുള്ള ഇമോഷൻസും സ്നേഹവും അങ്ങനെയുള്ള കാര്യങ്ങളിനെക്കാട്ടി കൂടുതൽ അയാൾ വാല്യൂ കൊടുക്കുന്നതും അയാൾ ചിന്തിക്കുന്നതും അയാളുടെ ഫാമിലി നിങ്ങൾ അംഗീകരിക്കുക, ഫാമിലിയിലുള്ള ആൾക്കാർ എന്ത് പറയും, പിന്നെ അതായത് അയാളുടെ ചുറ്റുപാട്, വീട്ടിലെ സാഹചര്യം, വീട്ടിലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അയാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ചെറിയ പ്രോബ്ലംസ് വരുന്നത്. ചിലപ്പോൾ അയാൾ വിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യാനും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ട്രബിളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾ നോക്കുന്നത് അങ്ങനത്തെ ആ ഒരു എനർജീനെ മാത്രമാണ്. അതല്ലാതെ നിങ്ങൾ അയാൾ എത്രത്തോളം സ്നേഹം കൊടുക്കുന്നോ അതല്ലെങ്കിൽ അതിനെപ്പറ്റി അതൊക്കെ അയാൾക്ക് സെക്കൻഡ്ലി വരുന്നതാണ്. ഫസ്റ്റ് എപ്പോഴും അയാൾ വീട്ടുകാരെന്താ പറയുക, വീട്ടുകാരെൻ്റെ ഈ റിലേഷൻഷിപ്പിനെ അംഗീകരിക്കുമോ, അതൊക്കെയാണ് അയാളുടെ മൈൻഡിൽ കൂടുതലും ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചില എനർജിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ട് ചെറുതായിട്ട്, പക്ഷേ നല്ല രീതിയിൽ പാരൻസ് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നൊരു എതിർപ്പ് കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഫാമിലിയിൽ നിന്നായിരിക്കാം. ആ ഒരു നല്ലൊരു എതിർപ്പുണ്ട്, അതായത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതായത് നിങ്ങൾ രണ്ടും അല്ലാതെ വേറെ കുറച്ച് ആൾക്കാരുടെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ഔട്ട്സൈഡ് ഒരു തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് വേറെ ആളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു തേർഡ് പാർട്ടി വൈസ് അല്ല പറയുന്നത്, വേറെ ഇത് ഫാമിലിയിലുള്ള ആൾക്കാരൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു എനർജി നല്ലപോലെ കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല, മൂന്നൊരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം അതും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുമിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ അതൊന്നും, ആ വാക്കുകളൊന്നും അയാൾ യാതൊരു ഇതും ചെയ്തിട്ടില്ല. അതായത് പ്രോമിസുകളൊന്നും അയാൾ നിറവേറ്റിയിട്ടില്ല. പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരാൾ ഭയങ്കരമായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്നേഹം. അത് നിങ്ങളുടെ എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊന്നും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളാണ് എപ്പോഴും അയാളുടെ പുറകെ ഒന്നെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കാണുന്നുണ്ട് ഇതിൻ്റെ അകത്തൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ തിരിച്ച് നിങ്ങളെ കണക്ട് ചെയ്യാനോ അയാളായിട്ട് തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നില്ല. മനസ്സിലായി? നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ സംസാരിക്കും, പക്ഷേ അയാൾക്ക് നിങ്ങൾ വിളിച്ച് സംസാരിക്കുക, അതായത് അയാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കട്ട് ചെയ്യാണ്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചീറ്റിങ്ങോ കാര്യങ്ങളോ എന്തൊക്കെയോ നടക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കുള്ളിൽ നല്ലപോലെ ഒരു ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടൊക്കെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോബ്ലംസും ഒക്കെ കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒക്കെ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ അങ്ങനെ ഒരു സംശയമുണ്ട്, ഈ ഒരു വ്യക്തിക്ക് വേറെ റിലേഷൻ ഉണ്ടോ, അതല്ലാതെ വേറെ, അതായത് എനിക്കിപ്പോൾ വാക്ക് തന്നിട്ട് എന്നെ കല്യാണം കഴിക്കാമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലും ഉണ്ടാവുന്നൊക്കെ ആയിരിക്കും വാക്ക് തന്നിട്ടുള്ളത്, പക്ഷേ അത് അയാൾ എന്നെ ചീറ്റ് ചെയ്താണോ, അത് കള്ളത്തരം പറഞ്ഞാണോ എന്നൊക്കെ അങ്ങനത്തെയൊക്കെ ഒരു വിചാരം. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ വെച്ച് എടുക്കുക, ഏത് പ്രോമിസാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആ ഒരു പ്രോമിസിന് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും ഇപ്പോൾ അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ അധികം കുറ്റപ്പെടുത്താറുണ്ട്. അതായത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റും കുറ്റങ്ങളും കാര്യമില്ല, പക്ഷെ എല്ലാത്തിനും നിങ്ങളാണ് അയാളെ ബ്ലെയിം ചെയ്യുന്നത്. അയാൾ എന്താണ് മിസ്റ്റേക്ക് അല്ലെ എന്താണ് കാര്യമെന്ന് പോലും അയാൾക്ക് മനസ്സിലായി. അയാൾക്ക് അതിനെപ്പറ്റി എന്ത് പറ്റിയെന്ന് പോലും അയാൾ ചോദിക്കത്തില്ല. എല്ലാത്തിലും നിങ്ങളെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളെ വെറുതെ ഇല്ലാത്തതിനും ഒക്കെ നിങ്ങളെ പിടിച്ച് വലിച്ചതിലോട്ടിട്ടുക, നിങ്ങളെയാണ് എല്ലാ കാര്യത്തിലും അയാൾ ബ്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ചില വാക്തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇയാൾ ഇത്രയും നാളും നിങ്ങളെ കുത്തി ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളെ ബ്ലെയിം ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് അതിനൊക്കെ ഞാനാണ് കാരണം, എൻ്റെ ആണ് ലാസ്റ്റ് സ്വന്തമായിട്ട് അയാൾ അത് ഏറ്റെടുക്കും. അത് മനഃപൂർവ്വം അത് അയാളാണ് അതിൻ്റെ മിസ്റ്റേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഏറ്റെടുക്കലല്ല. ഈ ലാസ്റ്റ് ഭയങ്കര വയലൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൊട്ടിത്തെറിയിലോട്ട് പോണതിന് മുന്നേ അയാൾ സ്വന്തമായിട്ട് അത് ശരിയാണ്, നീ എല്ലാം ഒന്നും ചെയ്ത്, എല്ലാം ഞാനാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലോട്ട്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയിലോട്ടൊക്കെ ഇയാൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ അയാൾക്കൊരു ശരിക്കും ഒരു നെഗറ്റീവ്, ഒരു നല്ല രീതിയിൽ തന്നെ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ആളാണോ എനിക്ക് കിട്ടിയിരിക്കുന്നത്, അതല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണോ എന്ന് നിങ്ങൾക്കോ ഉണ്ട് ഫീലിംഗ്, അയാൾക്കും അതുപോലെ തന്നെയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അയാൾ നിങ്ങൾ തെറ്റ് ചെയ്തെന്നല്ല പറയുന്നത്, പക്ഷേ അയാളുടെ ഉള്ളിലും എന്തൊക്കെയോ പ്രോബ്ലംസും പിന്നെ ഫാമിലിയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അയാൾ കുറേയൊക്കെ നിങ്ങളെ കുറ്റക്കാരാക്കിയും, അപ്പോൾ ഇപ്പോൾ ഫാമിലിയുടെ ഒപ്പത്തിനൊന്നും വരാത്ത ഒരു ഇതാണ്, അല്ലെങ്കിൽ അവർ അംഗീകരിക്കാത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള ഒരാളെ തന്നെയാണോ ചൂസ് ചെയ്തത് എന്ന് രണ്ടുപേർക്കും മനസ്സിലായി. നിങ്ങളോട് വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും തോന്നാറുണ്ട്. അതുപോലെ തന്നെ അയാൾക്കുള്ള ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കൊണ്ട് അയാൾ ആലോചിക്കാറുണ്ട്, ഇത് എനിക്ക് ചേരുന്നതല്ല, എനിക്ക് അങ്ങനെയുള്ള ചിന്തകൾ രണ്ടുപേരുടെയും ഇടയിൽ ഉണ്ട് നല്ലതുപോലെ. അതുപോലെ തന്നെ ഈ ഒരു എനർജിയുടെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ജലസ്, അതായത് ഒരു കുശുമ്പ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇയാൾക്ക് എന്താ പറയുക, നിങ്ങളോട് എന്തോ ഒരു അത് നമുക്ക് ക്യാച്ച് ചെയ്യുന്നില്ല കറക്റ്റായിട്ട്. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ലൊരു ജോലി ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്, അതല്ലെങ്കിൽ നല്ല ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആ ഒരു ഇത് കൊണ്ടും ഏതൊക്കെയോ കൊണ്ട് ഇയാൾക്ക് നിങ്ങളോട് ഒരുപാട് അസൂയ ഉണ്ട് അയാളുടെ ഉള്ളിൽ. ചിലപ്പോൾ നിങ്ങളുടെ അതേപോലെ ആവാൻ പറ്റാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ആ ഒരു അതായത് ഈഗോ ക്ലാഷും കാര്യങ്ങളും ഒക്കെ നല്ലതുപോലെ ഈ ഒരു വ്യക്തിയുടെ അകത്തുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ബൗണ്ടറി, അതായത് നിങ്ങൾക്കും കൊണ്ട് ഇയാളോട് നല്ലപോലെ ഫീലിങ്സ് ഇഷ്ടം, അപ്പം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്തത് കൊണ്ട് നല്ലതുപോലെ വിഷമമുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അതിന് ട്രബിൾ ഇല്ലാതിരിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ എനർജിനെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണ്ടാന്ന് തോന്നിയാലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എനർജീനെ റിലീസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ടെൻഷൻസും നിങ്ങൾ ട്രിഗർ ചെയ്യത്തില്ല നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതാണ് ബൗണ്ടറി സെറ്റ് ചെയ്യണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ഒരു പേഴ്സണെ കൊണ്ട് നമുക്ക് വലിയൊരു ട്രിഗറിങ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ട്രിഗറിങ് ഒക്കെ കുറഞ്ഞു കിട്ടും. നിങ്ങളുടെ എല്ലാ കാര്യത്തിനും കുറേയൊക്കെ സ്മൂത്തായിട്ട് പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ കാണിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ തകർന്നൊരവസ്ഥയിലൊക്കെ ആയിരുന്നു, ഭയങ്കര ഉറക്കമില്ലായ്മ ഭയങ്കരമായിട്ടും, ഞാനിനി ഇതിൽ തന്നെ പെട്ടുപോയി, ഇനി എനിക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റില്ല, ഞാൻ ഈ ആൾ തന്നെയാണ് എൻ്റെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്തയിലൊക്കെ ആയിരുന്നു നിങ്ങൾ. പക്ഷെ അവിടെ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, നിങ്ങൾ ഒരുപാട് ലൈഫിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അവിടെ നിന്നൊക്കെ എഴുന്നേറ്റു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ രണ്ടുപേരും നല്ല രീതിയിലൊക്കെ ഹീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ അടുത്തുള്ള ഒരു ഈഗോയാണ്, മനസ്സിലായോ? അപ്പോൾ അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ പ്രോബ്ലംസും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യംസും ഒക്കെ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ഒരു എനർജി ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, അതായത് ഇപ്പോൾ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവുമോ, ഞങ്ങൾ ഒരുമിക്കുമോ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് വെച്ചിട്ട് നിങ്ങൾ ഒന്നിക്കുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ എല്ലാ റിലേഷൻഷിപ്പും വളരെ സ്മൂത്തായിട്ട് തന്നെ പോകണമെന്നില്ല. അപ്പോൾ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലും ചെറിയ
ഈഗോയും അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും അങ്ങോട്ടും ഇങ്ങോട്ടല്ല, ചെറിയ ജലസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ റിലേഷൻഷിപ്പിലുള്ള പോലെയൊക്കെ തന്നെ ചെറിയ ചെറിയ ട്രബിൾസും കാര്യങ്ങളും, അത് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മിസ്റ്റേക്സൊക്കെ പുറത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുമിക്കുന്ന ഒരു എനർജി തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.